Hello friends, Technique Malayalam channel like Swagadam, എൻ്റെ പേര് നിർമ്മൽ. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് OnePlusന്റെ ഏറ്റവും പുതിയ ഫ്ലാഗ്ഷിപ്പ് ഡിവൈസ് ആയ OnePlus 6 ആണ്. അപ്പോൾ OnePlus 6 കഴിഞ്ഞ ആഴ്ചയാണ് ഗ്ലോബലി ലോഞ്ച് ചെയ്തത്. ഇന്ത്യയിലും അത് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇത് രണ്ട് വേരിയന്റിലാണ് വരുന്നത്. 6GB റാമും 64GB സ്റ്റോറേജും 8GB റാമും 128GB സ്റ്റോറേജുമാണ് വരുന്നത്. പിന്നെ ഒരു അവെഞ്ചേഴ്സ് സ്പെഷ്യൽ എഡിഷൻ ഉണ്ട്. അതിൽ 8GB റാമും 256GB സ്റ്റോറേജുമാണ് വരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് 8GB റാമും 128GB സ്റ്റോറേജുമുള്ള മിറർ ബ്ലാക്ക് എന്ന് പറഞ്ഞ വേരിയൻ്റാണ് ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് ബോക്സ് പാക്ക്. നമുക്ക് അയച്ചു തന്ന റിവ്യൂ യൂണിറ്റ് മിഡ് നൈറ്റ് ബ്ലാക്ക് അല്ല, മറിച്ച് മിറർ ബ്ലാക്ക് ആണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കാണാം അത് സ്പീഡ് യു നീഡ് എന്നാണ് ഇതിൻ്റെ ക്യാപ്ഷൻ. പിന്നെ ഈ സൈഡിൽ OnePlusൻ്റെ ലോഗോയും കാണാം. നേരത്തെ പറഞ്ഞ പോലെ ഇത് വരുന്നത് 8GB റാമും 128GB സ്റ്റോറേജുമാണ് വരുന്നത്. ഇതിൻ്റെ പ്രൈസിങ് 40,000 രൂപയാണ്. 39,999 ആണ്. മുമ്പുള്ള വേരിയൻറ്റ് 34,999 ആണ് ഇതിൻ്റെ പ്രൈസിങ് വരുന്നത്. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇവിടെ കാണാൻ നിങ്ങൾക്ക് മിറർ ബ്ലാക്ക് എന്ന് പറഞ്ഞ വേരിയൻ്റ് എഴുതിയത് കാണാം. OnePlus 6 ആണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഇത് ക്വാൽകോമിൻ്റെ സ്നാപ്ഡ്രാഗൺ 845 ചിപ്പ് സെറ്റാണ് ഇത് പവർ ചെയ്യുന്നത്. ഏറ്റവും പവർഫുള്ളായ ആൻഡ്രോയിഡ് പവർ ചെയ്യുന്ന ഏറ്റവും പവർഫുള്ളായ ചിപ്പ് സെറ്റാണ് ക്വാൽകോമിൻ്റെ സ്നാപ്ഡ്രാഗൺ 845. പിന്നെ ഇതിനകത്ത് വരും 6.28 ഇഞ്ച് ഫുൾ HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്. 19:9 ആസ്പെക്ട് റേഷ്യോ ആണ് ഡിസ്പ്ലേ വരുന്നത്. പിന്നെ ക്യാമറയെക്കുറിച്ച് നമ്മൾ വിശദമായി പറയുന്നതാണ്. ആദ്യം നമുക്ക് ബോക്സ് തുറന്ന് നോക്കാം. ബോക്സ് തുറക്കുമ്പോൾ തന്നെ മേളിൽ കാണുന്നത് OnePlus 6 ആണ്. അപ്പോൾ നമുക്ക് ഇതിന്ന് എടുത്ത് നോക്കാം OnePlus. അപ്പോൾ ഇതാണ് മിറർ ബ്ലാക്ക് വേരിയൻറ്റ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം നല്ലൊരു ഗ്ലോസി ഫിനിഷാണ്. ഗ്ലാസ് പാനലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് കംപ്ലീറ്റ് ഡിവൈസ് മെയ്ഡപ്പ് ഓഫ് ഗ്ലാസ് ആണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഗ്ലോസി ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. അതാണ് മിറർ ബ്ലാക്ക് എന്ന് പറയുന്നത്. ഇതിൻ്റെ ബാക്ക് പാനലിൽ കാണാം നിങ്ങൾക്ക് ഡ്യുവൽ ക്യാമറയാണ് വരുന്നത്. ഒരു 16 MP പ്രൈമറി ക്യാമറ, f-stop 1.7 അപ്പേച്ചറും സെക്കൻഡറി 20 MP ക്യാമറയും ആണ് വരുന്നത്. പിന്നെ അതിനകത്ത് LED ഫ്ലാഷും ഫിംഗർ പ്രിൻറ്റ് സ്കാനറും OnePlus ലോഗോവും കാണാം. ഇനി നമുക്ക് ഹാർഡ്വെയർ സൈഡ് നോക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് പവർ ബട്ടൺ കാണാം, ഒരു അലേർട്ട് സ്ലൈഡറും കാണാം റൈറ്റ് സൈഡിൽ. ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ വോളിയം കീയും സിം ട്രേ ആണ് വരുന്നത്. ടോപ്പ് പാനലിൽ ഓപ്പണിങ്സോ സ്ലോട്ട്സോ ഒന്നും തന്നെ ഇല്ല. താഴത്തെ പാനലിലാണെങ്കിൽ USB Type-C പോർട്ടും സ്പീക്കർ യൂണിറ്റും 3.5mm ഓഡിയോ ജാക്കുമാണ് വരുന്നത്. പിന്നെ ഫ്രണ്ട് പാനലാണ് 6.28 ഇഞ്ച് ഫുൾ HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്. ഈ നോച്ചിനകത്താണ് 16 MP ഫ്രണ്ട് ക്യാമറയാണ് വരുന്നത്. നോച്ചിലുള്ളതുകൊണ്ട് തന്നെ 19:9 ആസ്പെക്ട് റേഷ്യോ ആണ് ഡിസ്പ്ലേ വരുന്നത്. നമുക്ക് ഫോൺ ബൂട്ട് ചെയ്ത് നോക്കാം. അതിൻ്റെ ഇടയിൽ നമുക്ക് ബാക്കി എന്തൊക്കെയാണ് ബോക്സിനകത്ത് വരുന്നത് നോക്കാം. അപ്പോൾ തുറക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യം കാണാം ഒരു ബാക്ക് കേസാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റി ബാക്ക് കേസാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് വരുന്നത് മാനുവൽസും ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡുമാണ് വരുന്നത്. വാറണ്ടി ഇൻഫർമേഷൻ അങ്ങനത്തെ ഗൈഡെല്ലാം വരുന്നുണ്ട്. പിന്നെ ഒരു സിം ഇജക്ടർ പിന്നാണ് വരുന്നത്. പിന്നെ ഇതിനകത്ത് വരുന്നത് ഡാഷ് ചാർജിങ് ആണ്. ഇത് USB Type-C കേബിളാണ്. നല്ലൊരു ക്വാളിറ്റിയുള്ള കേബിളാണ്. എപ്പോഴും OnePlusൻ്റെ എല്ലാ ഡിവൈസസിലും വരുന്ന പോലെ തന്നെ ഇതിലും വന്നിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഡാഷ് ചാർജറാണ്. ഡാഷ് ചാർജർ വൺ ഓഫ് ദ ഫാസ്റ്റസ്റ്റ് ചാർജർ എന്ന് വേണമെങ്കിൽ പറയാം. സ്മാർട്ട് ഫോൺ ചാർജറിൽ 5V 4A ആണ് ഡാഷ് ചാർജിങ്ങിന് കപ്പാസിറ്റി. അപ്പോൾ അത് വളരെ ഫാസ്റ്റായിട്ട് ഡിവൈസ് ചാർജ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ബോക്സിനകത്ത് വന്നത്. ഇനി നമുക്ക് ഡിവൈസ് ഒന്ന് നോക്കാം. അപ്പോൾ ഇതാണ് OnePlus 6, ഒരു 6.28 ഇഞ്ച് ഫുൾ HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്. പലരും നമ്മളോട് ചോദിക്കേണ്ട എന്താണ് ഈ നോച്ച് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഡിസ്പ്ലേൻ്റെ മുകളിൽ കാണുന്ന ഒരു ഏരിയ ഉണ്ട്. ഈ ഒരു ഏരിയയ്ക്കാണ് നോച്ച് എന്ന് പറയുന്നത്. നോച്ചിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് വെച്ചാൽ അതിനകത്ത് ഫോണിന് വേണ്ട ബേസിക്കായ സെൻസേഴ്സ്, പിന്നെ ഇയർ പീസ്, നമ്മൾ സംസാരിക്കുന്നത് കേൾക്കാൻ വേണ്ടിയുള്ള ഇയർ പീസും ഫ്രണ്ട് ക്യാമറയാണ് നോച്ചിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതിനാണ് നോച്ച് എന്ന് പറയുന്നത്. അപ്പോൾ നോച്ച് ഉള്ളതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡിസ്പ്ലേൻ്റെ റെസൊല്യൂഷൻ 19:9 ആണ്, 18:9 അല്ല. അപ്പോൾ അതാണ് ഇത് ഡിസ്പ്ലേ ആസ്പെക്റ്റ്. ഫുൾ HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്. ഇനി നമുക്ക് ഇതിൻ്റെ സോഫ്റ്റ്വെയർ നോക്കാം. OnePlus ഡിവൈസസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ ഫാസ്റ്റും സുപ്പീരിയറായ പെർഫോമൻസ് ഓറിയൻറ്റഡ് ഡിവൈസാണ്. ഇത് തന്നെ സ്നാപ്ഡ്രാഗണിൻ്റെ 845 ചിപ്സെറ്റ് വളരെ ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ചിപ്സെറ്റാണ്. പിന്നെ ഇതിനകത്ത് വരുന്നത് നമുക്ക് Oxygen OS ആണ് വരുന്നത്. ഒരു കസ്റ്റം UI ആണ്, പക്ഷേ ഓൾമോസ്റ്റ് ലൈക്ക് സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആയിട്ട് നമുക്ക് പറയാൻ വേണമെങ്കിൽ കണ്ടില്ലേ, വളരെ സ്മൂത്ത് ആൻഡ് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഇതിനകത്ത് അഡീഷണൽ കുറച്ച് ഫീച്ചേഴ്സ് എല്ലാം ഇൻക്ലൂഡഡ് ആണ്. ജസ്റ്റേഴ്സും പിന്നെ ബട്ടൺ നാവിഗേഷനിലും അങ്ങനത്തെ കസ്റ്റമൈസേഷൻസും സ്റ്റേറ്റസ് ബാറെല്ലാം കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഇതിനകത്ത് വരുന്ന ആൻഡ്രോയിഡ് 8.1 ഒറിയോ ആണ് ഔട്ട് ഓഫ് ദ ബോക്സ്. Oxygen OS 5.1 ആണ്.
നമ്മുടെ കയ്യിലിരിക്കുന്ന വേരിയൻറ്റ് 8GB റാമും 128GB സ്റ്റോറേജുമാണ് വരുന്നത്. അപ്പോൾ അതാണ് സോഫ്റ്റ്വെയർ ആസ്പെക്റ്റ് OnePlus 6ൻ്റെ. ഇനി നമുക്കിതിൻ്റെ ക്യാമറയെക്കുറിച്ച് പറയാം. നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. ഒരു റിയർ ക്യാമറയാണെങ്കിൽ ഒരു ഡ്യുവൽ ക്യാമറയാണ്, 16 20 മെഗാ പിക്സൽ ക്യാമറയാണ് വരുന്നത്. ഫ്രണ്ട് ക്യാമറയാണെങ്കിലോ ഒരു 16 മെഗാ പിക്സൽ ഷൂട്ടറാണ് സെൽഫി ക്യാമറയ്ക്ക്. ഇനി നമുക്ക് ഈ ക്യാമറയിൽ നിന്ന് എടുത്ത കുറച്ച് ക്യാമറ സാമ്പിൾസ് കാണാം. ഓവറോൾ നോക്കുകയാണെങ്കിൽ നല്ലൊരു ക്യാമറ പെർഫോമൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. ഡീറ്റെയിലായി ക്യാമറ റിവ്യൂ നമ്മൾ പിന്നീട് പോസ്റ്റ് ചെയ്യുന്നതാണ്. റിവ്യൂവിന് കൂടെ തന്നെ നമ്മൾ ഡീറ്റെയിലായി ക്യാമറയെക്കുറിച്ച് വിശദമായി പറയുന്നതാണ്. അപ്പോൾ ഓവറോൾ ഫസ്റ്റ് ഇംപ്രഷൻസ് നല്ലൊരു മികച്ച ക്യാമറ സ്മാർട്ട് ഫോൺ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്നതാണ്. കാരണം ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ നല്ലൊരു ക്വാളിറ്റി പെർഫോമൻസാണ് OnePlus 6 കാഴ്ചവെക്കുന്നത്. ഇനി ഇതിൻ്റെ ബാറ്ററി നോക്കുകയാണെങ്കിൽ 3300 mAh കപ്പാസിറ്റി ബാറ്ററിയാണ്. ബാറ്ററിയിൽ കാര്യമായ മാറ്റമൊന്നും വന്നിട്ടില്ല. OnePlus 5ഉം 5Tൻ്റെ പോലെ തന്നെ 3300 mAh കപ്പാസിറ്റി ബാറ്ററി തന്നെ ഇതിലും വന്നിരിക്കുന്നത്. ഫാസ്റ്റ് ചാർജിങ് അല്ലെങ്കിൽ ഡാഷ് ചാർജിങ് ഉള്ളതുകൊണ്ട് നമുക്ക് അത്യാവശ്യം പെട്ടെന്ന് തന്നെ ഫോൺ ചാർജ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു OnePlus 6ൻ്റെ ഒരു അൺബോക്സിങ് ഹാൻഡ്സ് ഓൺ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ആമസോണിലാണ് ഇപ്പോൾ ഇത് അവൈലബിൾ ആവുന്നത്. 2 വേരിയൻറ്റും അവൈലബിൾ ആണ്. ഇൻഫാക്ട് 3 വേരിയൻറ്റ്. മൂന്നാമത്തെ വേരിയൻറ്റ് അവെഞ്ചേഴ്സ് എഡീഷനാണ്. അതൊരു ലിമിറ്റഡ് എഡീഷൻ വേരിയൻ്റ് ആണ്. നമ്മുടെ ഹാൻഡ്സ് ഓൺ വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ടായി അവെഞ്ചേഴ്സ് എഡീഷൻ്റെ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്. അതിലൊരു അവെഞ്ചേഴ്സ് ബ്രാൻഡഡ് കേസും ഇൻക്ലൂഡഡ് ആണ്. അതിന് 45,000 രൂപയാണ് വില. ഇതിൽ വരുന്നതാണെങ്കിൽ ഇതിന് 39,999 40,000 രൂപയാണ്. 8GB 128GB സ്റ്റോറേജ് വേരിയൻറ്റ്. പിന്നെ 34,999 ആണ് 6GB റാമും 64GB സ്റ്റോറേജും ഉള്ള വേരിയൻറ്റ്. അപ്പോൾ ഇതായിരുന്നു OnePlus 6ൻ്റെ അൺബോക്സിങ് ഹാൻഡ്സ് ഓണും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.